നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരെയുള്ള 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഈഡൻ ഗാർഡൻസിൽ ആരംഭിക്കുകയാണല്ലോ. അതിന് മുന്നോടിയായിട്ട് ഇന്ന് നായകൻ സൂര്യകുമാർ യാദവ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഹാർദിക് പാണ്ഡ്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ച് ചോദ്യം വന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസിയുടെ നായകൻ ഹാർദിക് പാണ്ഡ്യയാണ്. ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് പലപ്പോഴും നമ്മൾ ഹാർദിക് പാണ്ഡ്യയെ കണ്ടു. അദ്ദേഹം ഈവൻ ടീമിനെ നയിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവസരം ലഭിക്കാതെ സൂര്യകുമാർ യാദവ് ആണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിരം T20I ക്യാപ്റ്റൻ. എന്ന് മാത്രമല്ല, ഈ T20I സ്ക്വാഡിന്റെ വൈസ് ക്യാപ്റ്റൻ പോലും ഹാർദിക് പാണ്ഡ്യയല്ല, പകരം അക്സർ പട്ടേലാണ്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, കാര്യങ്ങൾ അവരിങ്ങനെ ചികഞ്ഞെടുക്കും. അപ്പൊ ആ ചോദ്യം വരുമ്പോ ഹാർദിക് പാണ്ഡ്യ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദി റിലേഷൻഷിപ്പ് വിത്ത് ഹിം ഹാസ് ബീൻ റിയലി ഗ്രേറ്റ്. ഹാർദിക്കുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് വളരെ വളരെ മികച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറെ നാളുകളായിട്ട് കളിക്കുന്നു. വി ഹാവ് ബീൻ പ്ലേയിങ് ടുഗെദർ ഫോർ എ റിയലി ലോങ് ടൈം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2018 ഞാൻ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ എത്തിയ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കളി തുടങ്ങിയ സമയം അതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ നായകനാകുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു ആഡഡ് റെസ്പോൺസിബിലിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇനി ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആവാൻ പറ്റും. പക്ഷേ ഞങ്ങൾ തമ്മിൽ വളരെ ഗുഡ് ഫ്രണ്ട്സ് ആണ് ഓൺ ദി ഫീൽഡിലും. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അക്സർ ഹാവ് ബീൻ ഗിവൺ ദാറ്റ് ആഡഡ് റെസ്പോൺസിബിലിറ്റി. ഇതുപോലെ എന്നെ പോലെ തന്നെ അക്സറിനും ഒരു ആഡഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അത് 2024 T20 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടല്ലോ എന്താണ് ഹാർദിക് ചെയ്തത് എന്നുള്ളത്. അദ്ദേഹം ടീമിൽ വളരെ കാലമായിട്ടുള്ള ആളാണ്. അറ്റ് ദി സെയിം ടൈം ഹാർദിക് ടീമിന്റെ ലീഡിംഗ് ഗ്രൂപ്പിലുള്ള ആൾ തന്നെയാണ്. when we sit, we decide what we want to do with the team going forward, and even on the field he is always around. തീർച്ചയായിട്ടും അദ്ദേഹം ടീമിന്റെ ലീഡിംഗ് ഗ്രൂപ്പിലുള്ള ആളാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഒരുപാട് ക്യാപ്റ്റൻസ് യഥാർത്ഥത്തിൽ കളിക്കളത്തിൽ ഞങ്ങൾക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എനിക്കൊരു ആഡഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. എന്തായാലും മറ്റു കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ ഗൗതം ഗംഭീറിന്റെ കീഴിലുള്ള നായകനായിട്ടുള്ള മുന്നോട്ട് പോകത്തിനെ കുറിച്ച് പറഞ്ഞ ഗൗട്ടി ബായ് കീപ്സ് തിങ്സ് സിമ്പിൾ. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളാണ്. ഒരുപാട് ഫ്രീഡം അദ്ദേഹം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞാൻ ഗൗതി ബായുടെ കീഴിൽ 4 വർഷക്കാലം കളിച്ചിട്ടുള്ള ആളാണ്. സോ സെയിം ഡയറക്ഷനിലേക്കാണ് ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ T20 വേൾഡ് കപ്പ്, അടുത്ത T20 വേൾഡ് കപ്പ് ഒരുപാട് ദൂരെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സീരീസ് ബൈ സീരീസ് ആയിട്ടാണ് ഞങ്ങളിപ്പോൾ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടീമിലെ അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ്, വളരെ ലൈറ്റാണ്. അതോടൊപ്പം തന്നെ ഷമിയുടെ തിരിച്ചുവരവ് അതിൽ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഓൾവേസ് ഗുഡ് ടു ഹാവ് ആൻ എക്സ്പീരിയൻസ്ഡ് ബൗളർ ലൈക്ക് ഹിം എന്നുകൂടി ഇപ്പോൾ സൂര്യ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.